കണ്ണൂർ ജില്ലയിൽ നിന്ന് ഒരു വലിയ വാർത്ത, പക്ഷെ അതൊരു ചെറിയ വാർത്തയായിട്ട് എല്ലാവരും അങ്ങ് തമസ്കരിച്ചു. അതായത് ഒരു വിദ്യാർത്ഥി ചോദ്യപേപ്പറിൽ ഹമാസ് ഉൾപ്പെടെയുള്ള തീവ്രവാദ സംഘടനകളുടെ പേരുകളും നേതാക്കളുടെ പേരുകളും ഒക്കെ എഴുതി വെച്ചിരിക്കുകയാണ്. ഇനി എഴുതി വെച്ചിരിക്കുന്ന മാത്രമല്ല, എനിക്ക് തോന്നുന്നു അവരുടെയൊക്കെ തോക്ക് ഉൾപ്പെടെയുള്ള ആയുധങ്ങളുടെ ചിത്രം ഉൾപ്പെടെയാണ് വരച്ചു വെച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇപ്പോൾ മുഖ്യമന്ത്രി ആരാ, പ്രധാനമന്ത്രി ആരാ എന്നുള്ളതിനേക്കാൾ തിരിച്ചറിവും ബോധമൊക്കെ ഹമാസ് ആരാണ്. കൊച്ചുകുട്ടിയാണ്. ഒന്ന് ഞാൻ പറയുകയാണെങ്കിൽ ഇവരെങ്ങനെ ഇതൊക്കെ അറിയുന്നു? ഇത് എവിടെ നിന്ന് ഇവർ പഠിക്കുന്നു? ഇവരെ മാതാപിതാക്കൾ ഇവരെ പഠിപ്പിക്കുന്നു, അതോ ഇങ്ങനെയുള്ള സംസാരങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിൽ കുട്ടികളെ കൊണ്ടുപോകുന്നു? ഇതൊക്കെ ഒരു മസ്തിഷ്ക പ്രക്ഷാളനത്തിൻ്റെ ഒരു തുടക്കമായിട്ട് നമ്മൾ കരുതണം. ഞാനിപ്പോൾ ഒരു ചോദ്യം ചോദിക്കാം, എത്ര തീവ്രവാദ സംഘടനകളുണ്ട്? പെട്ടെന്ന് ഉത്തരം പറയൂ. എണ്ണിയാൽ തുടങ്ങിയില്ല, എനിക്കറിയാം. അല്ലല്ല, നിങ്ങളിപ്പോൾ ആ കുട്ടി എഴുതിയല്ലോ, ആ കുട്ടിക്ക് എഴുതാൻ പറ്റിയല്ലോ, നിങ്ങൾക്ക് എത്ര പറയാൻ പറ്റും? എനിക്ക് അത്രയും പറയാൻ പറ്റും. എത്ര പറയൂ? എന്നാലും ഒരു 10ഓളം ഉണ്ടാവും. ഒന്ന് പറഞ്ഞേ. 10ഓളം ഞാൻ പറഞ്ഞതാണ്. ഹമാസ് മാത്രമേ കിട്ടുള്ളൂ. ഹമാസ് ഉണ്ട്, ഹിസ്ബുള്ള ഉണ്ട്, ഹൂത്തീസ് ഉണ്ട്, ലഷ്കർ ഇ തോയ്ബ ഉണ്ട്, ഹർക്കത്തുൽ സംതിങ് എന്തോ ഹുജി, അത് അങ്ങനെ എടുത്തെടുത്ത് ഇങ്ങനെ പോകും. അവര് ഓരോരുത്തരുടെയും ആയുധങ്ങളും അവരുടെ പതാകയും അവർ ഏത് രാജ്യത്തിനാന്നൊക്കെ പറയാനറിയോ? അതെനിക്ക് പറയാൻ പറ്റില്ല. നമുക്ക് ആർക്കും പറ്റില്ല. പക്ഷെ ആ കുട്ടി അത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ എത്ര ദിവസത്തെ അല്ലെങ്കിൽ എത്ര ആഴ്ചകളുടെ പരിശീലനമാണ് അതിന് പുറകിൽ നടന്നിട്ടുള്ളത്. നമ്മൾ അതിലേക്കാണ് നോക്കേണ്ടത്. ഒരു കുട്ടിയുടെ കളിയായിട്ടോ, ഇപ്പൊ ചില കുട്ടികളൊക്കെ ഇങ്ങനെ റെക്കോർഡുകൾക്ക് വേണ്ടിയിട്ട് ഇന്ന രാജ്യത്തിന്റെ പതാക ഇത്, ഇന്ന രാജ്യത്തിന്റെ തലസ്ഥാനം ഇത്, ഇന്ന രാജ്യം എന്തിന് ഫേമസ്, അങ്ങനെയൊക്കെ പറയും. ആ ഒരു പോലെ നമുക്ക് ഇതിനെ കാണാൻ പറ്റുമോ? അതുപോലെ കാണാൻ പറ്റില്ല. അത് വേറെ തന്നെയാണ്. അപ്പൊ ഇങ്ങനെയുള്ള കുട്ടികൾ വളർന്നു വരുമ്പോൾ നമ്മളുടെ സംസ്ഥാനം ഏറ്റവും സാംസ്കാരികമായി മുന്നിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ എല്ലാം കൊണ്ടും മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനം എന്ന് അവകാശപ്പെടുന്ന നമ്മൾ പിന്നിലേക്കാണ് പോകണമെന്ന് പറയണം. മുന്നിലേക്കല്ല. എത്രയോ സംവത്സരങ്ങൾ നമ്മൾ പുറകിലേക്ക് പോയി ഇങ്ങനെ ഒരു ആൻസർ ഷീറ്റിൽ ആ കുട്ടി എഴുതുക വഴി എന്ത് ചേതോ വികാരത്തിലാണ് ആ കുട്ടി അങ്ങനെ എഴുതിയത്. എനിക്ക് തോന്നുന്നു ഈ കുട്ടിയെ ഒരു സൈക്കോളജിസ്റ്റിനെ കാണിക്കണം. ആ കുട്ടിയുടെ അച്ഛനമ്മമാർ പോലും ചിലപ്പോൾ ഇത് അറിഞ്ഞിട്ടുണ്ടാവില്ല. അവർ ചിലപ്പോൾ ഷോക്ക്ഡ് ആയിപ്പോവും. ഞാൻ ഓർക്കുന്നൊരു മൃതദേഹം വന്നപ്പോൾ ആ അദ്ദേഹത്തിൻ്റെ അമ്മ പറഞ്ഞു, എനിക്ക് കാണണ്ട, ദേശവിരുദ്ധമായി പ്രവർത്തിച്ച എൻ്റെ മകൻ്റെ മൃതശരീരം എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ അമ്മയുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അവിടെ നിന്നാണ് ഒരു കൊച്ചുകുട്ടി, ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടി നമ്മളുടെ ചിന്താശക്തിയെ തന്നെ ചോദ്യം ചെയ്യുന്നു. നമുക്ക് ആകെപ്പാട് നൊമ്പരം ഉണ്ടാക്കിക്കൊണ്ട് എൻ്റെ മകനോ അല്ലെങ്കിൽ താങ്കളുടെ മകനോ ആണെങ്കിൽ നമുക്കതൊരിക്കലും സഹിക്കാൻ പറ്റില്ല. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ ആ കുഞ്ഞിന് ഇപ്പോൾ ആവശ്യം സൈക്കോളജിക്കൽ ഹെൽപ്പാണ്. ആ കുട്ടിയുടെ അച്ഛനമ്മമാർക്കും വേണം. കാരണം സമൂഹത്തിൽ അവർ ഒറ്റപ്പെട്ടൊരവസ്ഥ ഉണ്ടാവും. ഇത് പേപ്പറിലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ സ്കൂളിലാണെങ്കിലും ആ കുട്ടി ഒറ്റപ്പെട്ട അവസ്ഥയായി. ആ കുട്ടിയുടെ ചിന്ത വേറെ തരത്തിലേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടി ആ കുട്ടിയെ നമ്മൾ ചേർത്ത് പിടിക്കണം. അതാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ മനസ്സിൽ കയറിപ്പോയി. ചേർത്ത് പിടിച്ച ഒരു സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റിൽ കൂടെ നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇപ്പോൾ നമ്മളുടെ രാമേന്ദ്രൻ സാറിൻ്റെ 2 ചെറിയ ആൺകുട്ടികൾ, 6 വയസ്സുള്ള കുട്ടികൾക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ദേ ആർ അണ്ടർ സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് നൗ. ആ ദുരന്തം അവരുടെ മനസ്സിൽ നിന്ന് എടുത്തു കളയാൻ സമയം എടുക്കും. ബട്ട് ദാറ്റ് ക്യാൻ ബി ഡൺ. അതുപോലെ ഈ കുട്ടിയുടെ മനസ്സിൽ കയറി കൂടിയിട്ടുള്ള ദുഷ്ടമായ ചിന്തകൾ അത് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. മാറ്റിയെടുക്കുക തന്നെ വേണം. നമ്മൾ ആ കുട്ടി ചേർത്ത് പിടിക്കണം. മോളെ വേറൊരു കാര്യം എനിക്ക് പറയുകയാണെങ്കിൽ, ഏതൊരു യൂത്ത് ഫെസ്റ്റിവലിന് ഇവിടെ എങ്ങും കേൾക്കാത്ത ഏതോ ഒരു രാജ്യത്തിൻ്റെയൊക്കെ പേരിട്ടു. അത് നമ്മളുടെ കോടതിയൊക്കെ ഇടപെട്ട് മാറ്റി. ഇപ്പോൾ വന്നിരിക്കുന്ന എന്താണ്? സർക്കാർ ജീവനക്കാരുടെ ജില്ലാ കലോത്സവം സർഗോത്സവ് 2025 സെപ്റ്റംബർ 21 GVHSS ഫോർ ഗേൾസ് നടക്കാവ്. വേദികളും മത്സര ഇനങ്ങളും. എന്തായിരിക്കും വേദികളുടെ പേര്? സ്വാഭാവികമായിട്ട് ഇതേപോലെയൊക്കെ തന്നെ ആയിരിക്കും. അല്ലല്ല, നമ്മൾ കലാകാരന്മാരുടെയും കലാകാരികളുടെ ഒക്കെ പേരിൽ ചിത്രരചനയുണ്ട്. അപ്പോൾ രാജാ രവിവർമ്മ ഹാൾ, പാട്ടുണ്ട് അപ്പോൾ യേശുദാസ് ഹാൾന്നോ പി ലീല ഹാൾന്നോ, നൃത്തമുണ്ട് അപ്പോൾ നൃത്തം കലാമണ്ഡലം കല്യാണക്കുട്ടിയമ്മ ഹാൾന്നോ, അങ്ങനെയൊക്കെ അല്ലേ നമ്മൾ ഇടുക. അതാണ് ഇടേണ്ടത്. പക്ഷെ ഈ സർക്കാർ ആയതുകൊണ്ട് അതിനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. അപ്പോൾ ഞാൻ വായിച്ച് കേൾപ്പിക്കാം കേട്ടോ. വേദി 1 പാലസ്തീൻ,
Right. അവിടെ നടക്കാൻ പോകുന്നത് നാടോടി നൃത്തം പുരുഷന്മാരുടെ. പലസ്തീന്റെ നാടോടി നൃത്തം അവിടെ ഒന്നും പാടില്ലല്ലോ ഈശ്വര. അവിടെ ഞാൻ പറയാ അവര് കണ്ടുപിടിച്ചിട്ടുണ്ടോ? അതാ ഞാൻ പറഞ്ഞത്, ഒന്നും പാടില്ല, യാതൊരു കലാ സാംസ്കാരിക കാര്യങ്ങളും പാടില്ലാത്ത രാജ്യത്തിന്റെ പേരാ ഇട്ടേക്കുന്നത്. വേദി 2 ഗാസ. അവിടെ നടക്കാൻ പോണത് മോണോ ആക്ട് സ്ത്രീകളുടെ. ആരാരെ കൊല്ലുന്നു ആലോചിച്ചാൽ മതി അല്ലേ. ഗാസ എന്നൊക്കെ പറയുകയാണെങ്കിൽ സ്ത്രീകൾ ഫുള്ളി കവേർഡായിട്ട് ഇങ്ങനെ നടന്നില്ലെങ്കിൽ എവിടെ നിന്ന് ബുള്ളറ്റ് വരുന്നോ, എത്ര ചാട്ടവാറടി കിട്ടുന്നോ, കഴുത്ത് വെട്ടുമെന്നോ ഒന്നും നമുക്കറിയില്ല. അതാണ് വേദി 2 മോണോ ആക്ട് സ്ത്രീയും പുരുഷനും ഒക്കെ ചെയ്യാൻ പോകുന്നത്. മിമിക്രിയും ചെയ്യാം, മിമിക്രി സ്ത്രീകൾക്കും ചെയ്യാം, മൈമും ചെയ്യാം കേട്ടോ. വേദി 3 വെസ്റ്റ് ബാങ്ക്. അവിടെ നടക്കാൻ പോകുന്നത് ലളിതഗാനം. സ്ത്രീകള് ഗാനം പോയിട്ട് പിടിച്ചടക്കാനുള്ള ശ്രമത്തിലാണ് അമേരിക്കയും ഇസ്രയേലും കൂടെ. അപ്പൊ അവിടെ ലളിതഗാനം പാടാൻ പറ്റിയ അവസ്ഥ അവിടെ ഉണ്ട്. അതിനിടയ്ക്ക് ഇന്ന് ഞാൻ ഇറങ്ങുന്നതിന് മുമ്പ് കണ്ടു നമ്മുടെ ട്രംപണ്ണൻ പറഞ്ഞേക്കണം പാലസ്തീൻ ഒരു രാജ്യം വേണ്ട, ഞാൻ അതിനെ അംഗീകരിക്കൂല, ഞാൻ ഏറ്റെടുത്തോളൂ. അങ്ങേര് പറഞ്ഞിരിക്കണു അംഗീകരിക്കൂല, ഇതിനെ ഞാൻ അംഗീകരിക്കൂല, അങ്ങനെ ഒരു രാജ്യം വേണ്ട എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ കാര്യം നമുക്ക് വേറെ പറയണ്ട, തൽക്കാലം അതിലേക്ക് നമ്മൾ കിടക്കണ്ട. അത് കഴിഞ്ഞ് വെസ്റ്റ് ബാങ്കിൽ ഇതൊക്കെ നമ്മൾ ജയിക്കും. ലളിതഗാനം പുരുഷൻ, ശാസ്ത്രീയ സംഗീതം സ്ത്രീ. അല്ല പറ്റിയ ഗാസയിലെ വെസ്റ്റ് ബാങ്കിൽ നടക്കാൻ പറ്റിയ കാര്യങ്ങൾ. പിന്നെ റാമള്ള എന്ന് പറയുന്ന വേദി 4 നടക്കാൻ പോകണം. നാടൻ പാട്ട് സ്ത്രീ, നാടൻ പാട്ട് പുരുഷൻ, മാപ്പിളപ്പാട്ട് പുരുഷൻ. വേദി 5 റാഫ. അവിടെയാണെങ്കിൽ തബല, മൃദംഗം, വയലിൻ, ഓടക്കുഴൽ, ചെണ്ട. ഓക്കെ. പിന്നെ ബത്ലഹേം ഉണ്ട്. ബത്ലഹേം വേദി 6. അവിടെ പെൻസിൽ ഡ്രോയിങ്, പെയിന്റിങ്, ജലച്ചായം, കാർട്ടൂൺ, സമാധാനമുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. ഇനി ജെറുസലേമിൽ നടക്കാൻ പോണ കാര്യം വേദി 7 കഥാരചന, കവിതാരചന, സമാധാനമുണ്ട്. ഖാൻ യൂനിസ് നഗറിൽ വേദി 8 കവിതാലാപനം സ്ത്രീയും കവിതാലാപനം പുരുഷനും. എൻ്റെ മോളെ, ഇതൊക്കെ നമുക്ക് എങ്ങനെയാണ് വേറെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഇത്രയും പൈതൃകം ഒഴുകുന്ന, ഇത്രയും സംസ്കൃതിയുള്ള ഒരു രാജ്യത്ത് താമസിച്ചിട്ട് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പേരിടാൻ? എനിക്ക് തോന്നുന്നു മാമിനെ തെറ്റിയിട്ടുണ്ട്. അതായത് നമ്മൾ പുരോഗമനം, നവോത്ഥാനം, പ്രബുദ്ധത, ഇങ്ങനെ കുറച്ച് വാക്കുകളുണ്ട്. വേറെ എന്തൊക്കെയുണ്ട്, എൻ്റെ നാക്കിൽ ഒതുങ്ങാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ട് എന്ന് വരുത്തണമെങ്കിൽ അത് പ്രത്യേകിച്ചും രാജ്യവിരുദ്ധമായിട്ടുള്ള, രാജ്യ താല്പര്യത്തിന് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ഒരു കാര്യങ്ങളെ ഉയർത്തി കാണിക്കണം. അപ്പോഴാണ് ഈ പറയുന്ന പ്രബുദ്ധതയും രാജ്യസ്നേഹവും ഒക്കെ വരിക. അപ്പൊ ഈ പറയുന്ന പോലെ ഈ പറയുന്ന ഗസ, വെസ്റ്റ് ബാങ്ക് ഇതൊന്നും നമ്മളായിട്ടൊരു ബന്ധമില്ല. പക്ഷേ അത്രയേ ഉള്ളൂ. നമ്മൾക്ക് അവിടെയുള്ള നിലപാട്, ആ നിലപാട് ആളുകളിലേക്ക് എത്തിക്കുകയാണ്. അവിടെ മറ്റൊരു 2 രാജ്യങ്ങളെ പരമാധികാരവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ല, കേരളം എവിടെയാന്ന് പോലും അവിടെയുള്ള ആൾക്കാർക്ക് അറിഞ്ഞൂടാ. ആ ആൾക്കാരുടെ ഇടയിലേക്ക് വേണ്ടിയിട്ടാണല്ലോ മാടായി പാറയില് പലസ്തീൻ അനുകൂല റാലി നടത്തിയത്. അത് എന്നിട്ട് ഇന്നലെ പാലസ്തീനിലെ ഇന്ത്യൻ അംബാസിഡറെ നമ്മളുടെ ബഹു മുഖ്യമന്ത്രി കണ്ട് അത് അവരോടൊപ്പമുണ്ട് എന്ന് നമ്മുടെ കേരളത്തിൻ്റെ സൈന്യത്തിന് അമ്പും വില്ലും ഒക്കെ ആയിട്ട് ഇപ്പം അങ്ങോട്ട് അയച്ചു കൊടുക്കും. നമ്മളൊരു രാജ്യമാണല്ലോ, അപ്പം നമ്മളുടെ അക്ഷൗണി അതിനെ അങ്ങോട്ടേക്ക് അയച്ചു കൊടുക്കും. എന്തൊക്കെ വിഡ്ഢിത്തരങ്ങളാണ് ഈ പറയുന്നത്. കുറച്ചു മുമ്പ് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കാര്യം, അത് നമ്മുടെ ഈ രാജ്യത്ത് നിന്നുകൊണ്ട്, നമ്മുടെ ഈ മണ്ണിൽ നിന്നുകൊണ്ട് ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കാവുന്നത് എന്തും പ്രവർത്തിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം സത്യത്തിൽ ഇവിടെയുള്ളവർക്ക് കിട്ടിപ്പോയത് കൊണ്ടാണ്. മറ്റൊരു രാജ്യത്താണെങ്കിൽ മാമിന് അറിയാലോ എന്ത് സംഭവം. ഈ പറയുന്ന രാജ്യങ്ങളിൽ തന്നെ ഇപ്പോൾ ഞാൻ വായിച്ച ലിസ്റ്റ് പ്രകാരമുള്ള രാജ്യങ്ങളിൽ നിന്നുകൊണ്ട് ആ രാജ്യത്തിനെതിരെ, ആ രാജ്യത്തിന്റെ സംസ്കൃതിക്കെതിരെ എന്തെങ്കിലും ഒന്ന് വായ തുറന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കഴുത്തിൽ ഒന്നുമില്ലെങ്കിൽ വാള് വീണിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ നെഞ്ചിൽ വെടിയുണ്ട തുളഞ്ഞു കയറിയിരിക്കും, അല്ലെങ്കിൽ ചാട്ടവാറ് കൊണ്ടുള്ള നല്ല അടി നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. അതൊന്നും ഇവിടെ നടക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഇതുപോലത്തെ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നത്. സദ്ദാം ഹുസൈനെ തൂക്കിക്കൊല്ലുന്ന സമയത്ത് ഞാൻ ദുബായിലായിരുന്നു, ആദ്യമായിട്ട് ദുബായിൽ പോയ സമയം. അപ്പോൾ ഞാൻ ദൈവമേ ഇവിടെ മുഴുവൻ നമുക്കിവിടെ മിണ്ടുന്ന ഹർത്താലും അതും ഇതൊക്കെയാണല്ലോ. അപ്പോൾ ഹർത്താലോ ഒന്ന് പുറത്തിറങ്ങാനും പോലും പറ്റില്ലല്ലോ, കുറച്ച് ദിവസത്തെ വിസിറ്റിംഗ് വിസയാണ് എന്നൊക്കെ പറഞ്ഞ് ആകെ വിഷമിച്ചിരിക്കുമ്പോൾ എൻ്റെ കൂടെയുള്ള ആളൊന്നും എന്തിനാണ് മാഡം ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്, വേഗം റെഡിയാവും, നമുക്ക് പോകാം, ബിസിനസ് സംബന്ധമായിട്ടാണ്. നമ്മളല്ലേ ഇവിടെ പുറത്തിറങ്ങിയാൽ നമുക്ക് കാറിന് കല്ലേറ്, വാട്ട്
പുറത്ത് കല്ലേറോ? അപ്പം ഞാൻ പറഞ്ഞു അല്ല അങ്ങനെയാണ്. ഇപ്പോൾ നമ്മുടെ അവിടെയൊക്കെ ആണെങ്കിൽ കല്ലേറുണ്ടാകും, ഭയങ്കര ലാത്തി ചാർജ്, ബന്ദ്, ആരും പുറത്തിറങ്ങാൻ പാടില്ല. ഐ ഡോണ്ട് വോണ്ട് ടു ടേക്ക് എനി റിസ്ക് ആൻഡ് എൻ്റെ പിന്നെ ജയിൽ. എന്തൊക്കെയാണ് മാഡി പറയുന്നേ? പുറത്തിറങ്ങി നമ്മളെ കല്ലെറിയുന്നു, കമോൺ എന്ന് പറഞ്ഞു. ഞാൻ ഉടനെ ഇവിടെയുള്ള എൻ്റെ സൂപ്പർവൈസറെ വിളിച്ചു. അപ്പം അദ്ദേഹം ജമാലിനോട് പറയാം, ഞാൻ മാഡം പുറത്തിറങ്ങിയിട്ടേ ഇല്ല, ഇവിടെ MG റോഡിൽ സിറ്റി ബാങ്കിൻ്റെ നേരെ കല്ലെറിയണു, റോഡ് മുഴുവൻ ഉപരോധിച്ചിരിക്കുന്നു, ഇവിടെ ബന്ദാണ്, ആർക്കും പുറത്തിറങ്ങാൻ പാടില്ല എന്ന് മൈക്ക് അനൗൺസ്മെൻറ്റ് പോകുന്നു. ഞാൻ ആലുവയിലാണ് അദ്ദേഹം താമസിക്കുന്നത്, കളമശ്ശേരി ഇപ്പുറത്ത്. ഞാൻ പുറത്തിറങ്ങിയതാണ്, ബൈക്കിൽ തിരിച്ച് വീട്ടിൽ കയറി പേടിച്ചിട്ട്. അപ്പോൾ ഈ സദ്ദാം ഹുസൈൻ കേരളം എവിടെയാണെന്നറിയാമോ? അദ്ദേഹം മരിച്ചതിന് ഇവിടെ അത്രയും അരാജകത്വം നമ്മൾ ഇളക്കി വിട്ടു. പക്ഷേ അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ദുബായ് എന്നത്തെ പോലെയും ശാന്തമായി അവിടുത്തെ ജീവിതം മുന്നോട്ട് പോയി. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാജ്യത്തെ ജീവിതം ശാന്തമായി മുന്നോട്ട് പോയി. അതിനെ മുതലെടുക്കാൻ വേണ്ടുന്ന ആൾക്കാർ ഇവിടെയാണുള്ളത്. പിന്നെ മാം പറഞ്ഞപ്പോൾ ഒരു കാര്യം ചേർക്കാം എന്ന് എനിക്ക് തോന്നി. അതായത് ആ കുട്ടിയുടെ കാര്യം പറഞ്ഞല്ലോ, പക്ഷെ പേപ്പറിൽ ഇത്തരത്തിൽ എഴുതിയ കുട്ടി, മാമിന് ഓർമ്മയുണ്ടാവും, നമ്മൾ തന്നെ സംസാരിച്ചിട്ടുണ്ട്. ഈ അരിയും മലരും കുന്തിരിക്കവും തോളത്തിരുത്തിയാണ് കുട്ടികളെ കൊണ്ട് പറയുന്നത്, കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. സ്വാഭാവികമായിട്ട് ഈ മുതിർന്ന ആളുകൾ സംസാരിക്കുന്ന വിഷയങ്ങളെല്ലാം തന്നെ ഇവരുടെയൊക്കെ മനസ്സിൽ, അതായത് LDFന്റെ ഉൾപ്പെടെയെല്ലാം മനസ്സിൽ ഇവരൊക്കെ സ്വാതന്ത്ര്യ സമര പോരാളികളാണല്ലോ. അപ്പൊ അവരെയൊക്കെ പ്രകീർത്തിക്കേണ്ടത് ആവശ്യമാണെന്ന് ആ കുട്ടിയുടെ മനസ്സിൽ പതിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും അതും ഒരു കാരണമാകാം. ആ കുട്ടിയുടെ കുഴപ്പമല്ല. അങ്ങനെയല്ല. ഇപ്പോൾ ഞാനൊരു ജേർണലിസ്റ്റ് എന്ന നിലയിൽ പല സ്ഥലത്തും പോകുമ്പോൾ അവർ പറയാറുണ്ട്, ഞങ്ങൾ ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നത്, നിങ്ങൾ പരമവീര ചക്രം അങ്ങനത്തെ പലതും നമ്മുടെ ഇന്ത്യൻ നേവിക്ക്, ആർമിക്ക്, ഇന്ത്യൻ ജവാന്മാർക്ക് കൊടുക്കുന്നു. ഞങ്ങളും ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ടിയിട്ടാണ് യുദ്ധം ചെയ്യുന്നത്, ഞങ്ങളെ എന്തുകൊണ്ട് ആദരിക്കുന്നില്ല അല്ലേ? അപ്പം അതുപോലെ ആ കുട്ടിയുടെ മനസ്സിൽ അവർ പറയുന്നത്, നീ നമ്മളുടെ രാജ്യത്തിന് വേണ്ടി, ഇപ്പൊ മലപ്പുറം ജില്ല രണ്ടാക്കണം എന്നും പറഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. ഇപ്പൊ രണ്ടാമത് വന്നിട്ട് ഈ സംഭവം കണ്ണൂരാണ് നടന്നിരിക്കുന്നത്. പിണറായി ബഹുബഹുവിന്റെ താഴെയാണ് നടന്നിരിക്കുന്നത്. അദ്ദേഹം ഇതിനെക്കുറിച്ച് ഒന്നും പ്രതികരിച്ചത് ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ. ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവോ അവരുടെ സെക്രട്ടറി ആരും പ്രതികരിച്ചതായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ പ്രതികരിക്കുന്നത് ആ കുഞ്ഞിൻ്റെ ഒരു മുത്തശ്ശിയുടെ പ്രായമുള്ള ഒരു അമ്മുമ്മ എന്നുള്ള നിലയിലാണ്. കാരണം ആ കുഞ്ഞ് അറിയാണ്ട് ചെയ്യുന്നതാണ്. അതിന്റെ പുറകിൽ നിന്ന് പ്രോത്സാഹിപ്പിക്കരുത്. ആ കുഞ്ഞിനെ വരും നാളുകളിൽ വലിയ മാനസിക സംഘർഷത്തിലേക്ക് കൊണ്ടുപോകരുത്. കാരണം കൂടെ പഠിക്കുന്ന ആളുകളും ടീച്ചർമാരും കൂടെ പഠിക്കുന്ന കുട്ടികളുടെ പേരൻസിൻ്റെയും ഇടയിൽ അവനൊരു നോട്ടപ്പുള്ളിയായി മാറാനായിട്ട് ചാൻസ് ഉണ്ട്. പലരും പറയും അവനുമായിട്ടൊരു കമ്പനി വേണ്ട മോനെ, അവൻ ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥ വരും. നമ്മൾക്ക് ഇവിടെ എല്ലാ മതങ്ങളും മതങ്ങൾ ചേർന്ന് നല്ല സമരസതയോടെ താമസിക്കുന്ന ഒരിടമാണ്. അവിടെ ഇങ്ങനെയുള്ള കുട്ടികൾ വരുമ്പോൾ പലരും പറയും, ആ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ഭാരതീയരായി ജീവിക്കുന്ന അച്ഛനമ്മമാർ പറയും, മോനെ അവൻ്റെ അടുത്ത് കമ്പനി വേണ്ട കേട്ടോ എന്ന്. അപ്പോൾ അവൻ നാച്ചുറലി ഇത് പ്രോത്സാഹിപ്പിക്കുന്നവരുടെ അടുത്തേക്ക് പോകേണ്ടി വരും. നമ്മൾ കാശ്മീരിലെ കണ്ടിട്ടില്ലേ, കൊച്ചു കുട്ടികളെയാണ് അവരിതിന് വേണ്ടിയിട്ട് ഉപകരണങ്ങളാക്കി മാറ്റുന്നത്. ഇതുപോലെ ഈ അച്ഛൻ്റെ തോളത്ത്, അച്ഛൻ്റെ മാമൻ്റെ ആരുടെ ഒരു മുതിർന്ന ആളുടെ തോളത്തിരുന്നുകൊണ്ട് കുന്തിരിക്കം കരുതിക്കോ അവലും മല്ലും വാങ്ങിച്ചോ എന്നൊക്കെ പറഞ്ഞ കുട്ടി എന്തറിഞ്ഞിട്ടാ അവനത് എൻജോയ് ചെയ്യാണ്. കാരണം ചുറ്റും നിന്നവർ ഏറ്റു പറയുമ്പോൾ അവൻ എൻജോയ് ചെയ്യുക. പക്ഷേ അവൻ പിന്നെ തോന്നും, ഞാൻ കാരണം എന്തുമാത്രം പ്രശ്നങ്ങളിലേക്കാണ് എനിക്ക് ചുറ്റുമുള്ളത്. അവരെയൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ, പോയിട്ടില്ല, ആ കുട്ടിയെ അറസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ആ കുട്ടിക്ക് മനസ്സിൽ വളരെ വിഷമമുണ്ടാവും. ഒന്നുകിൽ ആ കുട്ടിക്ക് ഒരു സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് വേണം, അല്ലെങ്കിൽ ആ കുട്ടി ഒരു വലിയ ഭീകരപ്രവർത്തനമായി മാറാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ആ കുട്ടി ഒരു മൂലയിലേക്ക് ഒതുങ്ങിക്കൂടാനും ചാൻസ് ഉണ്ട്, ആൾക്കാരെ ഫേസ് ചെയ്യാണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ സമൂഹം കണ്ടറിഞ്ഞ് മുതിർന്ന ആളുകൾ അതിന് മനസ്സിലാക്കണം. ആ കുട്ടിക്ക് അൺഡ്യൂ ആയിട്ടുള്ള യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ടീച്ചേഴ്സ് പരസ്യമാക്കാണ്ട്, അതെൻ്റെ ഒരു അഭിപ്രായമാണ്, പരസ്യമാക്കരുത്. ആ കുട്ടിയെ വിളിച്ച് ഉപദേശിക്കുക. ഇതെന്തിനാ മീഡിയയിൽ കൊടുത്തിട്ട് ആ കുട്ടിയെ ഒരു നോട്ടപ്പുള്ളിയോ അങ്ങനെ ആക്കേണ്ട ആവശ്യമില്ല. പേരൻസിനെയും വിളിച്ച് PTA കൂടിയിട്ട് ഇങ്ങനെയല്ല മോനെ ചെയ്യേണ്ടത്, ശരിയല്ല, ഇത് നമ്മുടെ സിലബസിലുള്ള വിഷയമല്ലല്ലോ എന്ന് പറഞ്ഞ് മനസ്സിലാക്കുകയായിരുന്നു ടീച്ചർമാർ ചെയ്യേണ്ടത് എന്നാണ് ഒരു മുതിർന്ന പൗരൻ എന്ന നിലയിൽ എനിക്ക് തോന്നുന്നത്. കുറച്ചും കൂടെ സട്ടിലായിട്ട് അതിനെ ഹാൻഡിൽ ചെയ്യാമായിരുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.